സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ നിലമ്പൂരിൽ. പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എത്രമാത്രം വിജയിച്ചു? അദ്ദേഹത്തിൻ്റെ പേര് പോലും പലപ്പോഴും അവിടെ ഉയർന്നു കേട്ടില്ലെന്നുള്ളതാണ് അവിടുന്ന് പറഞ്ഞു കേട്ടത്. അവിടെ പ്രചരണം നയിച്ചതും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചതും VD സതീശനായിരുന്നു. KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സണ്ണി ജോസഫ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് K സുധാകരൻ്റെ കണക്കൊന്നും മണ്ഡലത്തിൽ സുപരിചിതനല്ലല്ലോ ഒന്നാമത്. പിന്നെ KPCC പ്രസിഡന്റ് ആണെന്ന് പരിചയപ്പെടുത്തി വേണം അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ. KPCC പ്രസിഡന്റ് ഇതാണ് പുതിയ KPCC പ്രസിഡന്റ് എന്നുള്ളത് അവിടെ പറഞ്ഞ് അദ്ദേഹത്തെ അവതരിപ്പിക്കുകയായിരുന്നു. പലർക്കും അറിയില്ലല്ലോ. ഇപ്പം സതീശനെ അറിയുന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയെ ഒഴിച്ച് മറ്റുള്ള പുറത്തുനിന്നുള്ള നേതാക്കന്മാരിൽ പലരെയും അവിടുത്തെ വോട്ടർമാർക്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ വലിയ രീതിയിൽ അവിടെ ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന രീതിയിലുള്ള ഒരു സാധ്യതകൾ വളരെ കുറവായിരുന്നു. പിന്നെ അദ്ദേഹം ചുമതലയേറ്റതേ ഉള്ളൂ. ചുമതലയേറ്റിട്ട് തന്നെ ഇപ്പോൾ 2 മാസം ആവുന്നേ ഉള്ളൂ. അതിനിടയ്ക്കുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അത്രയും അവിടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മോശമാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ മെച്ചതാണെന്നും പറയാൻ പറ്റില്ല. മറ്റുള്ളവരോടൊപ്പം അദ്ദേഹം അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുന്ന് അറിയാൻ കഴിയുന്നത്. പിന്നെ സണ്ണി ജോസഫ് എന്ന ഒരു കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ഒരു DCC പ്രസിഡന്റ്, ഒരു MLA എന്നതിനപ്പുറം കേരള ജനതയ്ക്ക് അദ്ദേഹത്തെ വലിയ സുപരിചിതനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പോരായ്മകളും അവിടെ ഉണ്ട്. പിന്നെ അതെല്ലാം പുള്ളിയെ ആളുകൾ, പ്രത്യേകിച്ച് മാധ്യമങ്ങളൊക്കെ പുള്ളിയെ കാണുമ്പോൾ ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം സുസ്മേരവതനായി ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖവും അതോടൊപ്പം അവരെയൊക്കെ കയ്യിലെടുക്കാനും ജനത്തെ കയ്യിലെടുക്കാനും അദ്ദേഹത്തിന് അതിനുള്ളൊരു പ്രത്യേക ഒരു കഴിവ് അദ്ദേഹത്തിന് തന്നെയുണ്ട്. അദ്ദേഹം ഈ ഭരണപക്ഷത്തിന്റെ പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉള്ള വിഷയങ്ങൾ എത്രത്തോളം ഫലപ്രദമായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് സണ്ണി ജോസഫിന്? ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ലല്ലോ. അത് നിലമ്പൂരിനെ സംബന്ധിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ഇല്ല. അതിനെയൊക്കെ സ്വരാജിൻ്റെ പ്രചാരണത്തിൽ നിലമ്പൂർ എന്നുള്ളത് മാത്രമല്ല പൊതുവെ ഒരു ഭരണവിരുദ്ധ വികാരം ഉള്ളതായി കേൾക്കുന്നില്ല. പിന്നെ ഈ പ്രതിപക്ഷങ്ങൾ ആരോപിക്കുന്ന ചില ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് തെളിവില്ലല്ലോ, തെളിയിക്കപ്പെടാൻ സാധിക്കുന്നില്ലല്ലോ. ഇവിടെ പ്രതിപക്ഷങ്ങളായ കോൺഗ്രസ് ആയാലും BJP ആയാലും പിണറായി സർക്കാരിനെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമോ ആ രീതിയിലൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. പല ആരോപണങ്ങളും അവരിതുവരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളിൽ എന്തുണ്ട് കഴമ്പുള്ളത്? ഇവിടെ സ്വർണ്ണക്കടത്ത് കേസ് കൊണ്ടുവന്നില്ലയോ? 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന സ്വർണ്ണക്കടത്ത് കേസ് അതെന്ത് എവിടെ ചെന്ന് നിൽക്കുന്നു? അതുപോലെ പിന്നെ ചെമ്പിൽ സ്വർണം കടത്തി എന്നൊക്കെ പറയാം. ഒത്തിരി അഴിമതികൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് എന്താ? CMR കേസാണ്. അത് നമുക്കെല്ലാം അറിയാം. അതിന് തെളിവ് വരട്ടെ, തെളിവുകൾ കൊണ്ട് വരട്ടെ. ഒരു കമ്പനി അതിൻ്റെ ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറുകൾ നന്നാക്കാൻ നമ്മൾ AMC കൊടുക്കുന്നു, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ്. അത് അവർ വന്ന് നന്നാക്കിയില്ലെങ്കിലും നമ്മൾ കൊടുക്കാനുള്ള പൈസ, കരാറനുസരിച്ചുള്ള പൈസ നമ്മൾ കൊടുക്കുന്നു. അതേ അവരും ചെയ്തോളൂ. അതൊരു കൈക്കൂലിയാണ് അല്ലെങ്കിൽ ഒരു അഴിമതി പണമാണെന്നൊക്കെ അത് തെളിയിക്കട്ടെ. അത് കോടതിയിൽ കിടക്കുന്ന വിഷയങ്ങളും. അതുപോലെ തന്നെയാണ് കണ്ണൂരുകാരൻ തന്നെയാണ് സണ്ണി ജോസഫ്. സുധാകരൻ പക്ഷത്ത് നിന്നുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെ പറയാം. അതെന്തെങ്കിലും ഒരു അദ്ദേഹം കണ്ണൂരുകാരനല്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇടുക്കിയിൽ നിന്നും കുടിയേറിയ ഒരാളാണ്. അവരുടെ കുടുംബം പണ്ട് മുതലേ അവരുടെ കുടുംബം അങ്ങോട്ട് കുടിയേറിയതാണ്. അദ്ദേഹം അവിടുത്തെ DC പ്രസിഡന്റായിരുന്നു. അവിടുത്തെ മണ്ഡലത്തിലെ MLA ആയി അദ്ദേഹം അവിടെ. പക്ഷെ അദ്ദേഹം ജനിച്ചു വളർന്നതൊക്കെ ഇടുക്കിയിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ സുധാകരന്റെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. സുധാകരൻ്റെ സപ്പോർട്ടിലാണല്ലോ അദ്ദേഹം KPCC പ്രസിഡന്റായി എന്നത്. സുധാകരൻ സപ്പോർട്ടിലാണെന്നുള്ളതാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. സുധാകരൻ മുന്നോട്ട് വെച്ച പേരുകളിലൊന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് സുധാകരനാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തന്നെയല്ല, കണ്ണൂർ പോലും സുധാകരൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വേണമെങ്കിലും പറയാം. സുധാകരൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് സണ്ണി ജോസഫ്. പിന്നെ സുധാകരൻ്റെ ഒരു
പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. നിലമ്പൂരിൽ പല യോഗങ്ങളിലും സുധാകരൻ പങ്കെടുക്കുകയും നിലമ്പൂരിൽ പ്രചാരണങ്ങൾക്ക് പലയിടങ്ങളിലും പ്രചാരണം നടത്തുന്നതിന് മുന്നിൽ തന്നെ സുധാകരൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, യൂത്ത് കോൺഗ്രസ്സിന് ഒരുപാട് ചുമതലകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി ഇബ്രാഹിമിനും വിശ്വനാഥിനും ഒക്കെ ഒരു ടീം തന്നെ ഫുൾ യൂത്തന്മാരെയാണ്. അത് എത്രത്തോളം മുതിർന്ന നേതാക്കളെ ബാധിക്കുന്നുണ്ട്? ഒരു മുതിർന്ന നേതാക്കളെയും ബാധിക്കാനില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ പ്രചാരണങ്ങളിൽ അവർ വേണമല്ലോ, അവർ ഭാവി തലമുറയല്ലേ. അവരെ മുന്നിൽ നിർത്തി പ്രചാരണം നയിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാനും അവരെ നയിക്കാനും അവർക്ക് നേതൃത്വം കൊടുക്കാനും മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. മുതിർന്ന നേതാക്കളായിരുന്നല്ലോ അവിടെ പ്രചാരണങ്ങളിൽ നേതൃത്വം കൊടുത്തത്. അതിന് യൂത്ത് കോൺഗ്രസ്സുകാരുടെ സപ്പോർട്ട് അവരായിരുന്നു. അതിനകത്ത് മുഴുനീളം പ്രചാരണങ്ങളിൽ ഉണ്ടായിരുന്നത് മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും പോഷക സംഘടനക്കാരുമായിരുന്നു. വിദ്യാർത്ഥി, യുവജന, അതുപോലെ തന്നെ മകളുകളും എല്ലാവരും അവിടെ ഒത്തൊരുമിച്ച് അവിടെ പ്രചാരണത്തിന് UDFൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രചാരണത്തിലുണ്ടായിരുന്നു. പല ഘടകകക്ഷി നേതാക്കളും ഘടകകക്ഷികളുടെ യുവജന വിഭാഗങ്ങളും എല്ലാവരും അവിടെ സജീവമായിരുന്നു. പക്ഷേ അത് എത്രത്തോളം വോട്ട് ശേഖരിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് നാളെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഒടുവിൽ നമ്മൾ ആർക്കും പ്രവചന അതീതമായ ഒരു ഫലമായിരിക്കും നാളെ വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെയല്ല സ്വരാജ് ജയിക്കുമെന്നും സ്വരാജിനും ഇടതുപക്ഷത്തിനും അവർ കണക്കൂട്ടുന്നത് പോലെ തന്നെ PV അൻവറും കണക്കൂട്ടുന്നു അദ്ദേഹം ജയിക്കുമെന്ന്. അദ്ദേഹത്തിൻ്റെ ക്യാമ്പും പറയുന്നു ജയിക്കും. അദ്ദേഹം കുറേ തെളിവുകൾ ഉൾപ്പെടെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ UDF അവർ ഉറച്ചിരിക്കുകയാണ് അവർ ജയിക്കുമെന്നുള്ളത്. പക്ഷേ 3 പേരും ഒരുപോലെ അവകാശപ്പെടുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. മാത്രമല്ല പ്രവചനാതീതമാണ്. ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് ഒട്ടും പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലമ്പൂരിലുള്ളത്. കാരണം അത്രത്തോളം പോളിംഗ് ശതമാനമുണ്ട്, അത്രയും പേര് വോട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ സണ്ണി ജോസഫിനെ സംബന്ധിച്ച് ഇത് ഇവിടെ ജയിച്ചാൽ അത് സണ്ണി ജോസഫിനൊരു പൊൻതുപോലായിരിക്കും. KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ട് മാസങ്ങൾ മാത്രം ആയപ്പോൾ തന്നെ വന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ അതവിടെ വിജയം കണ്ടെത്തിയാൽ അദ്ദേഹത്തിന് അതൊരു പൊൻതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിനും VD സതീശനും ഒക്കെ കോൺഗ്രസ്സുകാർക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ് അവിടുത്തെ വിജയം. പരാജയപ്പെട്ടാൽ അതുപോലെ പിന്നെ അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കോൺഗ്രസ്സിന് പറയാം അവരുടെ സിറ്റിംഗ് സീറ്റ് അല്ലല്ലോ, അവിടെ നിലമ്പൂർ. അത് LDFൻ്റെ അല്ലേ, അല്ലെങ്കിൽ LDF സ്വതന്ത്രൻ്റെ അല്ലേ, അൻവറിൻ്റെ അല്ലേ. ഇപ്പം ജയിച്ചാൽ അവർക്ക് ഒരു അധിക ലാഭം. തോറ്റാൽ അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവരുടെ MLA കുറയുന്നില്ല. പിന്നെ ഒരു രാഷ്ട്രീയ വിപ്ലവം അല്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റം നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. കാരണം കയ്യാലപ്പുറത്തിരിക്കുന്ന മന്ത്രിസഭയല്ലല്ലോ കേരളം ഭരിക്കുന്നത് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ. നിലമ്പൂർ ജയിക്കുകയോ തോൽക്കുകയോ അതൊരു വിഷയമേ അല്ല. ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ഒരു സാധ്യതയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്.